പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷം ആയിരിക്കുക, ദൈവത്തോടു കൂടിയായിരിക്കുക. ദൈവം തരുന്ന സന്തോഷം അത് സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താം. ഈ സുന്ദരമായ പ്രഭാതത്തിൽ സന്തോഷം ദൈവം തരുന്നതാണ്. ആ സന്തോഷത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സിബി വർഗീസ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വചനമായിരുന്നു. അതിങ്ങനെയാണ് പറഞ്ഞത്: സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുകത്തിന് നിങ്ങൾ ഇനിയും വിധേയരാവരുത്. അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാവരുത്. ഇന്ന് പഠിക്കുന്നതും വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം തന്നെ 5-ാം അധ്യായം 16-ാം വചനമാണ്. The letter of Saint Paul to the Galatians chapter 5 verse 16. അതിങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. Live by the Spirit and do not gratify the desires of flesh. And do not gratify the desires of flesh. ജഡമോഹങ്ങളെ അല്ല നാം തൃപ്തിപ്പെടുത്തേണ്ടത്. ലോകം തരുന്ന സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ആ സന്തോഷത്തിനേക്കാൾ ഉപരി ദൈവം തരുന്ന സന്തോഷത്തിന് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മോട് പറയുന്നത്, എന്താണ് നമ്മോട് പറയുന്നത്, നാം ഒന്ന് ശ്രദ്ധിക്കണം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പം പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം: ആത്മാവേ, എന്താണ് ഞാൻ ഇന്ന് ചെയ്യേണ്ടത്? ഞാൻ എങ്ങനെ നയിക്കപ്പെടണമെന്ന് ആത്മാവ് നമ്മെ കാണിച്ചു തരും. അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. Amen.